ഹലോ ഫ്രണ്ട്സ്, വള്ളുവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൂത്ത് കാണാൻ പോവുകയാണ്. നമ്മുടെ ചിനക്കുത്തൂർക്കാവിൽ കൂത്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ പോയായിരുന്നു. അപ്പോൾ ഒന്നും നമ്മൾ അധികം കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തായിരുന്നില്ല. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാനും ഏട്ടനും പിള്ളേരും ഉണ്ട്. അമ്മ വന്നില്ല കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ വെടിക്കെട്ടൊക്കെ കാണണ്ട, അവനൊന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാറ് കൊണ്ടുവരാം, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാവരും പടന്ന് കാവിക്ക് പോവാണ്. നമ്മളെന്നും ബൈക്കിലല്ലേ പോവാറ്, കാറിലൊന്നും പോവാറില്ലല്ലോ. അപ്പം നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാറിലൊക്കെ പോവാൻ. അപ്പം അതിൻ്റെ ത്രില്ലിലാണ്. ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ബാല്യകാല സുഹൃത്ത് എന്നാണ് നമ്മൾ പറയുക. എന്നാ ചേട്ടൻ്റെ മാത്രം ഫ്രണ്ടല്ല, എൻ്റെയും കൂടി ഫ്രണ്ടാണ് അവൻ. ഞങ്ങൾ ചെറുപ്പം മുതൽക്ക് ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ചിനക്കുത്തൂർക്കാവിക്ക് നേരെ നമ്മൾ ഹൈവേക്ക് എത്താറായിട്ടോ. ലൈറ്റും കാര്യങ്ങൾ, ഈ തോരണങ്ങളൊക്കെ തൂക്കിയേക്കണ് വേറെ ഒന്നുമില്ല കേട്ടോ. നാളെ പഴയലക്കടി പള്ളി നേർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ കാറിൽ മുമ്പ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പറയണുണ്ട് അതിന് ഓരോന്നിങ്ങനെ വർത്തമാനം. അവർ രണ്ടുപേരും ഭയങ്കര സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മക്കളായാലും ഭയങ്കര സന്തോഷത്തിലാണ് കാറിലൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. കണ്ണൻ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനുണ്ട്, കണ്ണനുണ്ട്. പിള്ളേർക്ക് നമ്മുടെ വണ്ടി കയറി അറിയാമല്ലോ നമ്മുടെ കാശിക്കുട്ടൻ്റെ സ്വഭാവം. അവനെ ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങി. അപ്പോൾ അവൻ എന്നോട് പറയുന്നുണ്ട്, ഒന്ന് എന്നമ്മ മടിയിൽ കിടത്തമ്മ, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അവൻ അങ്ങനെ കിടന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ കാവെത്താറായിട്ടോ. അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ. അവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, അവരുടേതായ എന്തോ പരിപാടിയുണ്ട്. ഇനി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പം അങ്ങനെ പോയി നമ്മൾ നമ്മുടെ കാവിലെത്താറായി. നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കും തോറും വണ്ടികളും കാറുകളും ബസ്സുകളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കാവിലൊക്കെ എത്തി. കണ്ണനും മനുവും കൂടി നേരത്തെ പോയി കേട്ടോ അങ്ങോട്ട്. അപ്പം ഞങ്ങൾ ബാക്കിലാണ് പോണത്. കണ്ണൻ പാപ്പനായിട്ട് പാപ്പൻ എന്നാട്ടോ വിളിക്കുക. പാപ്പനായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഫ്രണ്ടിൽ പോയി. നമ്മൾ തൊട്ട ബാക്കിൽ വരുന്നുണ്ട്. നമ്മുടെ കാശിക്കുട്ടനെ വണ്ടിയിൽ ഇരുന്നിട്ടല്ലോ ആ പരിപാടി ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് വയ്യ, ഞാൻ വരണില്ല എന്നൊക്കെ പറയണത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ ഗാനമേളയുടെ അവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഗാനമേള ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ. മണിച്ചേട്ടൻ്റെ സോങ്ങും ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെ സോങ്ങൊക്കെ, കുട്ടികളും വലിയവരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. നമ്മളൊന്നും വിട്ടുകൊടുത്തു. നമ്മളെ മക്കൾ ഉറക്കം വരണുണ്ട് കണ്ണനെ, കാശിക്കുട്ടനെ. എന്നാലും വേണ്ടില്ല, മക്കൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസ് കളിക്കുക അവർ കൂടെ, പിള്ളേരൊന്നും ഇല്ലാത്ത കാരണം അവരങ്ങനെ ഡാൻസ് ഒന്നും കളിച്ചില്ല കേട്ടോ. കുട്ടികൾ ഭയങ്കര തിമർക്കുണ്ട് കേട്ടോ അവിടെ കിടന്നിട്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും വലിയവരും ചെറിയവരും ഒക്കെ ഫ്രണ്ടിൽ നല്ല ഡാൻസാണ് കേട്ടോ. എവിടെ പോയാലും പതിവാണല്ലോ ഐസ്ക്രീം. ഇപ്രാവശ്യവും നമ്മൾ പതിവുകളൊന്നും തെറ്റിച്ചില്ല കേട്ടോ. മക്കൾ അവിടെ എത്തി. നമ്മുടെ മക്കൾ ഐസ്ക്രീം കണ്ണാനൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ കാശിക്കുട്ടം എത്തി എന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഐസ്ക്രീം ഒന്ന് വേണം കേട്ടോ അച്ഛൻ, വേറെ ഒന്നും വേണ്ട, ഐസ്ക്രീം മതി. അപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മേടിച്ചില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയായിരുന്നത്. വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാമെന്ന് വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയമാകും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവർക്കതൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ കുറേ നേരം പരിപാടിയൊക്കെ കണ്ടു കേട്ടോ. ഈ പരിപാടി കഴിഞ്ഞതും കുറച്ച് നേരം കൊട്ടുണ്ട്, അത് കഴിഞ്ഞാലാട്ടോ വെടിക്കെട്ട്. ഞാനും ഏട്ടനൊക്കെ നിന്ന് പരിപാടി സുഖമായി നിന്ന് ആസ്വദിക്കാണ് കേട്ടോ. ഗാനമേള കഴിയാറോടോട് കൂടി നമ്മുടെ കാശിക്കുട്ട ഉറങ്ങി കേട്ടോ. നല്ല ഉറക്കമായി കേട്ടോ. ഏട്ടൻ അങ്ങനെ തോളിലൊക്കെ കിടത്തി നമ്മൾ നേരെ പിന്നെ പോണത് വെടിക്കെട്ട് കാണാൻ കേട്ടോ. അപ്പോൾ കുളത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നേരെ വെടിക്കെട്ട് കാണും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഗാനമേള കഴിഞ്ഞ ആൾക്കാരൊക്കെ വരണുണ്ട്. വെടിക്കെട്ട് തുടങ്ങി. നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. അതുപോലെ തന്നെ കാശിക്കുട്ടൻ ഇത്രയും സൗണ്ടൊന്നും കേട്ടു. നമ്മുടെ കാശിക്കുട്ടൻ എഴുന്നേറ്റൊന്നും ഇല്ല കേട്ടോ. അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. വെടിക്കെട്ടൊക്കെ കണ്ട നേരെ നമ്മൾ കുറച്ച് നേരം പോയി കൂത്ത് കണ്ടു കേട്ടോ. അപ്പോഴേക്കും കാണാൻ അമ്മ ഉറക്കം വരണേ പോവാന്ന് പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ അങ്ങനെ പോവാൻ നിന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും 12 മണിയുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഇഡ്ഡലി മേടിച്ചു, പിന്നെ ബീഫ് മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. നമ്മളിവിടെ എത്തി, വീടിൻ്റെ അവിടെ എത്തിയിട്ട് വണ്ടിയും കൊണ്ട്. അപ്പം നമ്മൾ വരുമ്പോൾ ഏട്ടനെ അവിടെ ഡ്രൈവ് ചെയ്തായിരുന്നു. അവൻ അവിടെ ഇരിക്കുക പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് ഓടിക്കുക അച്ഛ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഏട്ടനാണ് ഡ്രൈവ് ചെയ്തത്. അപ്പം നമ്മൾ അങ്ങനെ വീടിൻ്റെ അവിടെ എത്തി, നമ്മളവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.